നമസ്കാരം. ഇന്ന് പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് മിഥുനം 1. ഇന്ന് പ്രശ്നം വച്ചപ്പോൾ രാശിപ്പലകയിൽ കണ്ട ചില കാര്യങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ അറിയാം. ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഈ ദിവസങ്ങളിൽ, അതായത് മിഥുന മാസത്തിൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ കൂടുതലായും അനുകൂലമായി സംഭവിക്കും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ ഒഴിവാക്കുവാനായി വഴിപാടുകൾ ചെയ്യുന്നതും ഉത്തമമാകുന്നു. അതേക്കുറിച്ച് കൂടി വിശദമായി തന്നെ അറിയാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ പരമശിവനെ വന്ദിക്കുക. ഓം നമഃശിവായ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും കാത്തു രക്ഷിക്കുന്നതായ ആ കുടുംബ ദേവതയുടെ നാമമാണ് എങ്കിലും ഇന്നേ ദിവസം, ഈ വിശേഷപ്പെട്ട ദിവസം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി വന്ദിക്കുക. ഇനി പരാമർശിക്കാനായി പോകുന്നത് ആ നക്ഷത്രക്കാരെ കുറിച്ചാകുന്നു. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് വളരെ അനുകൂലമായ ഫലങ്ങളാണ് നൽകുക. കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മേലധികാരികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. ഏകോപനത്തിൽ വിജയിക്കുവാൻ സാധിക്കും. ജന്മത്തിലും 2-ലുമായി ശുക്രൻ സഞ്ചരിക്കുകയാൽ ധനപരമായ ക്ലേശങ്ങൾ സംഭവിക്കുന്നതല്ല, ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും. വശ്യതയും മൃദുത്വവും ഭവിക്കുന്നതായ സമയമാകുന്നു. പല രീതിയിലുമുള്ള പ്രശ്നങ്ങളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആശയക്കുഴപ്പങ്ങൾ പ്രവൃത്തി കൊണ്ട് ചിന്തിച്ച് പല കാര്യങ്ങളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളിലും വളരെ ആർജവത്തോടെ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. തീരുമാനങ്ങൾ ശരിയായ രീതിയിൽ കൈക്കൊള്ളുവാൻ സാധിക്കും. ധനാഗമം വന്ന് ചേരുന്ന ഒരു മാസം കൂടിയാണ് ഇത്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് എത്ര തന്നെ മറ്റുള്ളവർ ശ്രമിച്ചാലും പരാജയപ്പെടുത്തുവാനുള്ള സാധ്യതകൾ തുലോം കുറയും. ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കാനുള്ള അവസരങ്ങളാണ് കൈവരിക. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമാണ്. അനുഭവിക്കുന്നതായ ആ പ്രശ്നങ്ങൾക്ക് കണ്ണുനീരിന് പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നതും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ സഹായകരമായി തീരും. ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമാണ്. പല കാര്യങ്ങളും ഇവരുടെ ജീവിതത്തിൽ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുവാൻ സാധിക്കും. കർമ്മരംഗത്ത് ആത്മവിശ്വാസത്തോടെയും പ്രതീക്ഷകളോടെയും മുഴുകുവാനും അത് ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ പ്രദാനം ചെയ്യുകയും ചെയ്യും. പല രീതിയിലുള്ള വെല്ലുവിളികൾ, പരീക്ഷണങ്ങൾ ജീവിതത്തിൽ നേരിടുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ. എന്നാൽ അത് ധൈര്യപൂർവ്വം മറികടക്കുവാൻ സാധിക്കുന്ന സമയമാണ് വന്നു ചേരുക. സ്വാതന്ത്ര്യം പല കാര്യങ്ങളിലും ലഭിച്ചു എന്ന് വരാം. കലാപരമായി ശുക്രന്റെ അനുകൂലതയാൽ വിജയിക്കുവാൻ സാധിച്ചു എന്ന് വരാം, അഥവാ വിജയിക്കുവാൻ സാധിക്കും. കലാകാരന്മാർക്ക് അതിനാൽ കഴിവുകൾ തെളിയിക്കുവാൻ സാധിച്ചു എന്ന് വരും. കുടുംബത്തിന്റെ ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുക. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ, ഉല്ലാസയാത്രകൾ, മറ്റ് യാത്രകൾ കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് ആഗ്രഹങ്ങൾക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ അത് വിജയം കാണാം. ഇത്തരത്തിൽ പല ആവശ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ അനിവാര്യമായ കാര്യങ്ങൾ അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന പല അവസരങ്ങളും വന്നു ചേരും. ഭാഗ്യ നിമിഷങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ, ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഈ സമയം നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നത് സർവ്വ ഐശ്വര്യപ്രദമാണ്. അതോടൊപ്പം ഭഗവാന് ഭാഗ്യസൂക്തവും പാൽപായസവും നെയ്വിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാകുന്നു. ധനപരമായ ഉയർച്ചയ്ക്കും പലവിധ തടസ്സങ്ങൾക്കും പരിഹാരമായി തീരുകയും ചെയ്യും. കാർത്തിക നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ ഉന്നമനം ഉണ്ടാകുന്ന സമയമാണ് എന്ന് പരാമർശിക്കാം. കാരണം പല കാര്യങ്ങളിലൂടെയും ഉന്നമനം വന്നു ചേരാം. പരിശ്രമിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ട്. ആ പരിശ്രമങ്ങൾ വിജയം കാണാം.
ആസൂത്രണ വൈഭവം പിന്തുണയ്ക്കും പ്രശംസയ്ക്കും കാരണമായി തീരും. കർമ്മരംഗത്ത് അല്ലെങ്കിൽ ജീവിതത്തിൽ പല വിധത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നവരാണ് നിങ്ങൾ. അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാനും ജീവിതത്തിൽ വരുന്ന മറ്റ് വെല്ലുവിളികൾ ഏറ്റെടുത്ത് ശരിയായ രീതിയിൽ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ തേടുന്നവർക്ക് അനുകൂലമായ ഫലം വന്നു ചേരാം. താൽക്കാലികമായ തൊഴിൽ, താൽക്കാലിക ആവശ്യങ്ങൾക്കുള്ള തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ പുതിയ വരുമാന സ്രോതസ് കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ തീരുമാനങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്ന കോഴ്സിലേക്ക് പ്രവേശനം ലഭിച്ചു എന്ന് വരാം. ചില ടെൻഷനുകൾ ഉണ്ടാകും എങ്കിലും അത് ആവശ്യമുണ്ടാകില്ല എന്നതാണ് വാസ്തവം. കൂടാതെ പ്രണയികൾക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ധനപരമായ ആവശ്യങ്ങളുണ്ട്. ഈ മാസം ചില കാര്യങ്ങൾക്ക് ധനം ആവശ്യമുണ്ട്. അതിനാൽ അത്തരം കാര്യങ്ങൾക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണും എന്ന് തന്നെ പരാമർശിക്കാം. അതായത് ശ്രമിക്കുകയാണ് എങ്കിൽ ധനം പല രീതിയിലൂടെയും ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ജീവിതത്തിൽ നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും വന്നു ചേരും എങ്കിലും ചില തടസ്സങ്ങൾക്കുള്ള സാധ്യതകളുണ്ട്. അതിനാൽ ഈ സമയം നിങ്ങൾ സാക്ഷാൽ വിഘ്നേശ്വരനെ പ്രാർത്ഥിക്കുന്നതും ഭഗവാന് ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതും നാളികേരം തലക്കുഴിഞ്ഞ് ഉടയ്ക്കുന്നതും ശുഭകരമായി ഭവിക്കും. സാധിക്കുമെങ്കിൽ കറുകാമാല കൂടി ചാർത്തുവാൻ ശ്രമിക്കുക. ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. പൂയം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കാവുന്ന ചില കാര്യങ്ങളാണ് ജീവിതത്തിലേക്ക് വന്നു ചേരുക. ധനപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനുള്ള സാഹചര്യങ്ങൾ, സഹായങ്ങൾ ലഭിക്കാം. പ്രവൃത്തികൾ മൂലം ധനം കൈകളിലേക്ക് വന്ന് ചേരാവുന്നതാണ്. സന്തോഷകരമായ നിമിഷങ്ങൾ, ശുഭകരമായ വാർത്തകൾ കേൾക്കുക. തൊഴിൽപരമായി അനുഭവിക്കുന്നതായ ചില പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോവുക. കുടുംബത്തിൽ നിന്നും പിന്തുണ ലഭിക്കുക. പങ്കാളിയുമായി തർക്കങ്ങളുണ്ട് എങ്കിലും അല്ലെങ്കിൽ ചെറിയ തർക്കങ്ങൾക്ക് കാരണമാകാം എങ്കിൽ പോലും സ്നേഹത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന സമയമാകുന്നു. സാമ്പത്തികപരമായി കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ഉദ്യോഗസ്ഥർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ടെൻഷൻ ഉണ്ടാകും എങ്കിലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും പൂർത്തീകരിക്കുവാൻ നിങ്ങൾ നിർബന്ധിതരായി തീരും. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധയോടെ പ്രവർത്തിക്കുന്നതിനാൽ ആ കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. തടസ്സങ്ങൾ ഉണ്ടാകും എങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കൂടാതെ ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം സ്നേഹം നിരസിക്കപ്പെടുന്നതായ ചില സാഹചര്യങ്ങൾ വന്നു ചേരാം. സാമ്പത്തികമായ കാര്യങ്ങൾ ശ്രദ്ധയോടെ ശ്രദ്ധിക്കാത്തതിനാൽ ചില അമളികൾ സംഭവിക്കാം. അതിനാൽ അത്തരം കാര്യങ്ങളിലും അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ആലോചിക്കാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളരുത് എന്ന കാര്യവും ഓർക്കണം. എന്നാൽ തീരുമാനിച്ചുറപ്പിച്ച കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുകയും ചെയ്യും. ഈ സമയം പ്രത്യേകിച്ചും സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കേണ്ടത് അനിവാര്യമാണ്. കൂടാതെ ഈ സമയം ഭഗവാന് കൂവളമാലയും ധാരയും പിൻവിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ഈ മാസം കൂടുതൽ ഐശ്വര്യപൂർണമായി തീരുവാൻ സഹായകരമായി തീരും. ആയില്യം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ ചില കാര്യങ്ങൾ അനുകൂലവും ചില കാര്യങ്ങൾ പ്രതികൂലവുമാകും എന്നാണ് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. കാര്യങ്ങൾ പലതും വിജയിക്കുവാൻ സാധിക്കും. എന്നാൽ പെട്ടെന്ന് വിജയം നേടുവാൻ സാധിക്കണം എന്നില്ല. അല്പമൊന്ന് ശ്രമിച്ചാൽ മാത്രമാണ് കാര്യങ്ങൾ നടക്കൂ. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരാം. ധനപരമായ നേട്ടങ്ങൾ, ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം കൈകളിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ സമ്പത്തിന്റെ കാര്യത്തിൽ ചിലപ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരാം. എന്നിരുന്നാലും കാര്യങ്ങൾ നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് നേരിടുന്ന ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സന്തോഷകരമായ കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. തർക്കങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിക്കുവാൻ സാധിക്കുന്ന തർക്കങ്ങൾ മാത്രമായിരിക്കും. പ്രതീക്ഷിച്ച ജോലി ലഭിച്ചു എന്ന് വരാം. താൽക്കാലികമായ ജോലിക്കുള്ള ശ്രമങ്ങളും വിജയം കാണും.
യാത്രകൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. ആഗ്രഹിച്ചതായ ഭക്ഷണം, അത്തരം കാര്യങ്ങൾ സംഭവിക്കാവുന്ന ഒരു മാസം കൂടിയാകുന്നു. കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ തന്നെ ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക, ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിക്കുക, യാത്രകൾ പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ പ്രധാനമായും ചില കളവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംഭവിക്കാം. നിങ്ങളിൽ നിന്നും ചില കാര്യങ്ങൾ കളവ് പോകാം. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തണം. കൂടാതെ ഈ സമയം ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കാത്തതിനാൽ അല്പം കാത്തിരിക്കേണ്ടതായി വരാം. അത് നിങ്ങൾക്ക് ചില വിഷമങ്ങൾക്ക് കാരണമായി തീർന്നു എന്ന് വരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ പ്രതീക്ഷിക്കാതെ ചില കാര്യങ്ങൾ എതിരാവുകയും എന്നാൽ മറ്റൊരു വ്യക്തിയുടെ സഹായത്താൽ ആ കാര്യങ്ങൾ നിവർത്തിക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഈശ്വരാധീനം വർദ്ധിക്കുന്നതായ ഒരു മാസം തന്നെയാകുന്നു. ഈ സമയം സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും മഹാവിഷ്ണു ഭഗവാന് നെയ്വിളക്കും അതോടൊപ്പം ഭാഗ്യസൂക്തവും തുളസിമാലയും ചാർത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. സാധിക്കുന്നവർ പാൽപായസം കൂടി നടത്തുക. ചോതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ആദിത്യൻ അഷ്ടമത്തിൽ നിന്നും മാറുന്നത് നിങ്ങൾക്ക് കൂടുതൽ ആശ്വാസകരമായി തീരും. എന്നാൽ മധ്യഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിന് മൗഢ്യം വരുന്നത് അത്ര ശുഭകരവുമല്ല. ഈ സമയം പൊതുവിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കും. എങ്കിലും ചില തിരിച്ചടികൾ വന്നു ചേരാം. അത് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു എന്നതാണ് നിങ്ങളുടെ ഭാഗ്യം. കാരണം അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകും. എങ്കിലും ചില വ്യക്തികൾ മൂലമോ ചില പ്രവൃത്തികൾ മൂലമോ സ്വസ്ഥത കുറഞ്ഞു എന്ന് വരാം. ഈ സമയം ധനപരമായ നേട്ടങ്ങളും ആത്മശക്തിയും വർദ്ധിച്ചു എന്ന് വരാം. പ്രതിസന്ധികളെ മറികടക്കുവാനുള്ള കഴിവ് സ്വായത്തമാക്കുവാൻ സാധിച്ചു എന്ന് വരാം. അവിവാഹിതരായ വ്യക്തികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. പല വ്യവഹാരങ്ങളിലും അനുകൂലമായി വിധി നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാനും ശുഭകരമായ വാർത്തകൾ തേടിയെത്തുവാനും സാധിച്ചു എന്ന് വരാം. വായ്പയുമായി ബന്ധപ്പെട്ട ചില ടെൻഷനുകളുണ്ട്. അത്തരം കാര്യങ്ങളിൽ ക്ലേശിക്കും. എങ്കിലും ചില വ്യക്തികളുടെ സഹായത്താൽ പോലും ആ കാര്യങ്ങൾ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. പുതിയ ജോലി തേടുന്നവർക്ക് പുതിയ വരുമാന മാർഗം തുറന്ന് ലഭിക്കാം. ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. പല കാര്യങ്ങളിലും സംതൃപ്തി പ്രവൃത്തിയാൽ നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരുക, വ്യാപാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാവുക, ചില ആഗ്രഹ സാഫല്യം ജീവിതത്തിലേക്ക് വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ഈ സമയം സാക്ഷാൽ ഭദ്രകാളി ദേവിയെ ആരാധിക്കുന്നതും ദേവിക്ക് കടും പായസവും രക്തപുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാന് നാളികേരമുടച്ച് മുന്നോട്ട് പോകുന്നതും അഥവാ മുട്ടറത്ത് മുന്നോട്ട് പോകുന്നതും ശുഭകരമായി തീരും. വിശാഖം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നവശാൽ കാര്യങ്ങൾ അനുകൂലമായി തീരുന്നു എന്നതാണ് വാസ്തവം. ആത്മബലം വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്ന സമയമാകുന്നു. നന്നായി തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. പല കാര്യങ്ങളും മനസ്സിലാക്കി തുടങ്ങുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാകുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരും. എങ്കിലും ചില കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടതായി വരാം. അത് വിഷമത്തിന് കാരണമാകും. എന്നാൽ അത് മറന്നു തന്നെ മുന്നോട്ട് പോകുവാനും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാനും സാധിക്കും. തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമാകാം. സ്വാതന്ത്ര്യം ലഭിക്കാം. സഹപ്രവർത്തകർക്ക് അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ അഥവാ നിർദ്ദേശങ്ങൾ നൽകുവാൻ പോലും സാധിക്കും. അവരുടെ പിന്തുണ നേടിയെടുക്കുവാൻ സാധിക്കും. പൊതുപ്രവർത്തകർക്കും സ്വീകാര്യത കൈവരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. ഈ സമയം ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ അത് ആഡംബര വസ്തുക്കളാണ് എങ്കിലും, ഗൃഹോപകരണങ്ങളാണ് എങ്കിലും, മറ്റ് വസ്തുക്കളാണ് എങ്കിലും വാങ്ങുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഭൂമിയിൽ നിന്നും ആദായം ലഭിക്കാം. കൂടാതെ പുതിയ വീട്ടിലേക്ക് താമസം മാറുക അല്ലെങ്കിൽ അത്തരം ചില വീടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം.
മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാൻ സാധിക്കുക. മനസ്സിന് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ കേൾക്കുക. അത് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും കേൾക്കുവാൻ സാധിക്കും. പൊതുവിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കും എങ്കിൽ പോലും ചില കാര്യങ്ങളിൽ പ്രധാനമായും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങളാണ്. അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോകണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ ശ്രദ്ധ പുലർത്തുകയും ആരോഗ്യ കാര്യങ്ങളിലും ശ്രദ്ധ പുലർത്തണം. ഈ സമയം പരമശിവന് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും ധാര നടത്തുന്നതും പിൻവിളക്ക് നടത്തി പ്രാർത്ഥിക്കുന്നതും കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുവാൻ സഹായകരമായി തീരും. അനിഴം നാളുകാരെ സംബന്ധിച്ചിടത്തോളം മിഥുനമാസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്ന ഒരു മാസമായി തീരാം. ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങളുമുണ്ട്, അതേക്കുറിച്ചും മനസ്സിലാക്കാം. മനസ്സമാധാനം ജീവിതത്തിലേക്ക് വന്നു ചേരാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള ചില പ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. അത് തൊഴിൽപരമാണ് എങ്കിലും ബിസിനസ് പരമാണ് എങ്കിലും അത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടാം. ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ, തൊഴിൽ സാധ്യത വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഗൃഹവുമായി ബന്ധപ്പെട്ട അനുകൂലമായ കാര്യങ്ങൾ, സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പല കാര്യങ്ങളിലും ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാകുന്നു. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും തർക്കങ്ങളുണ്ട് എങ്കിലും അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ബിസിനസ് പരമായ പുരോഗതി ദൃശ്യമായി എന്ന് വരാം. ഔദ്യോഗികമായും പല കാര്യങ്ങളിലും പ്രത്യേകിച്ചും കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, സർഗവൈഭവം പ്രകടിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഉപരിപഠനത്തിന് ഇഷ്ടവിഷയം തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷകരമായ ഫലങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബാധ്യതകളുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കാം. എന്നിരുന്നാലും ആരോഗ്യകാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോവുക. പൊതുവിൽ ഈ മാസം അനുകൂലമാണ്. ഈ സമയം പ്രത്യേകിച്ചും ഗണപതി ഭഗവാനെ ആരാധിക്കുന്നതും ഗണപതി ഭഗവാന് ഗണപതി ഹോമം നടത്തുന്നതിനോടൊപ്പം കറുകാമാല കൂടി ചാർത്തുക, നാളികേരം കൂടെ ഉടച്ച് പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ അല്പം കൂടി അനുകൂലമായി തീരും. തൃക്കേട്ട നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യം തന്നെയാണ് കടന്നു വരിക എന്ന് മനസ്സിലാക്കുക. പ്രധാനമായും ചില കാര്യങ്ങൾ ഇവർക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. ലക്ഷ്യപ്രാപ്തി നേടിയെടുക്കുവാൻ സാധിക്കും. പല മിഥ്യാധാരണകളും തിരുത്തുവാൻ സാധിക്കും. മേലധികാരികളുടെ പ്രീതി സമ്പാദിക്കുവാനുള്ള സാധ്യതകളുണ്ട്. മറ്റുള്ളവരിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ, സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദേശയാത്രകൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾ അല്പം തടസ്സങ്ങൾ വന്നു ചേരും എങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കരാർ ജോലികൾ അനുകൂലമായി തീരാം. ചെറു സംരംഭങ്ങൾ ഗുണകരമായി തീരുന്ന സമയമാണ്. സാമ്പത്തിക കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീരും. പല കാര്യങ്ങളും നിങ്ങൾക്ക് വാങ്ങുവാൻ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ വാങ്ങുവാൻ സാധിച്ചു എന്ന് വരാം. അത്തരം കാര്യങ്ങളും അനുകൂലമായി തീരും. അധ്വാനിക്കുന്നതിന് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും. ഔദ്യോഗിക യാത്രകൾ അനുകൂലമായി തീരാം. തൊഴിലുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ, നീതി ലഭിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. അതിന് മറ്റുള്ളവരുടെ സഹായവും ലഭിക്കാവുന്നതാണ്. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ഈ സമയം പ്രധാനമായും അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ദേവിക്ക് രക്തപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. കൂടാതെ കുടുംബദേവതയെ കൂടി ആരാധിച്ച് മുന്നോട്ട് പോവുക. ഉത്രട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ മാസം, അതായത് മിഥുനമാസം, അല്പം അനുകൂലമായി തീരും എന്നാണ് കാണുവാൻ സാധിക്കുന്നത്. ഈ സമയം പല കാര്യങ്ങളിലും ഉണ്ടായിരുന്നതായ ആലസ്യം ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ജീവിതത്തിൽ ചെലവ് ഒരു പരിധിവരെ നിയന്ത്രിക്കുവാൻ സാധിക്കും. ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. വെല്ലുവിളികളെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം ലാഭം കുറയും എങ്കിലും അല്ലെങ്കിൽ അത്തരം ചില സാഹചര്യങ്ങൾ വന്നു ചേരുകയോ അത് തരണം ചെയ്യുകയോ ചെയ്യുവാൻ സാധിക്കും. ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്പമൊന്ന് അനുകൂലമായി തീർന്നു എന്ന് വരാം.
ചില കാര്യങ്ങളിൽ അറ്റകുറ്റപ്പണികൾ വേണ്ടി വന്നു എന്ന് വരാം. കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. മനോധൈര്യത്തോടെ പല കാര്യങ്ങളെയും നേരിടുകയും അത് ധനപരമോ മറ്റ് നേട്ടങ്ങൾക്കോ കാരണമായി തീരാം. വന്നു ചേരുന്നതായ പല ദോഷകരമായ കാര്യങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കാം. താൽക്കാലികമായ ജോലി ലഭിക്കാം. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പമൊന്ന് ആശ്വാസം ലഭിച്ചു എന്ന് വരാം. ജോലിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അനുകൂലമായി തീർന്നു എന്ന് വരാം. വ്യവഹാരങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ഈ സമയം സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും സന്തോഷകരമായ ചില നിമിഷങ്ങൾ വന്നു ചേരാം. ആഗ്രഹിക്കുന്നതായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തുകയോ ലക്ഷ്യപ്രാപ്തി കൈവരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. എന്നാൽ ശത്രുക്കളുമായി ബന്ധപ്പെട്ട് ചില തിരിച്ചടികൾ, ചില ദോഷകരമായ കാര്യങ്ങൾ വന്നു ചേരും. അതിനാൽ അത്തരം കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ഈ സമയം ഭദ്രകാളി ദേവിക്ക് രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും വിഷ്ണു ക്ഷേത്രത്തിൽ, മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭഗവാനെ ആരാധിക്കുന്നതിനോടൊപ്പം ഭഗവാന് ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമായ ഫലങ്ങൾ നൽകും. ധനപരമായ നേട്ടങ്ങൾക്ക് വഴിയൊരുക്കും. രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സമയമാണ്. സൽപ്പേര് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. ജീവിതത്തിലും തൊഴിൽ മേഖലയിലും സൽപ്പേര് നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. കർമ്മകുശലത മേലധികാരികളുടെ അഭിനന്ദനങ്ങൾക്ക് കാരണമായി തീരും. നവ ആശയങ്ങൾ അവതരിപ്പിക്കുവാനും ബഹുമതി നേടുക, പ്രശംസ നേടിയെടുക്കുവാൻ സാധിക്കും. കൂടാതെ ഈ സമയം ആലസ്യം തുടങ്ങിയ കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകാം. ഇത്രയൊക്കെ മതി എന്ന രീതിയിൽ ചിന്തിച്ചിരുന്നതായ കാര്യങ്ങൾ ഒഴിവാക്കി ഇത് പോരാ എന്ന രീതിയിലേക്ക് ചിന്തകൾ മാറാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്നു ചേരാം. ഭൂമിയുമായി ബന്ധപ്പെട്ട് തുക സമ്പാദിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും ശ്രദ്ധാപൂർവം നീങ്ങുന്നതിലൂടെ അത് നേട്ടങ്ങൾക്കും അവസരങ്ങൾക്കും വഴിയൊരുക്കും. വിദേശത്തേക്ക് പോകുവാൻ അല്ലെങ്കിൽ യാത്രകൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ആരോഗ്യ കാര്യങ്ങളിൽ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തണം. ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരുക. കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് ആശ്വാസം ലഭിക്കുക. കൂടാതെ സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുക. ഭാഗ്യം പല കാര്യങ്ങളിലും തുണയ്ക്കുക. ഒന്നിൽ കൂടുതൽ ധനസ്രോതസ്സുകളിൽ നിന്നും ധനം വന്നു ചേരുക. ധനപരമായ സഹായങ്ങൾ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതീക്ഷിക്കുന്ന ധനമാണ് എങ്കിലും ലഭിക്കാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ചില ആശങ്കകൾ ഒഴിയുകയോ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങളും വന്നു ചേരാം. പൊതുവിൽ ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായി തീർന്നു എന്ന് വരാം. താൽക്കാലിക ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണും. എന്നാൽ ഈ സമയം പ്രധാനമായും സാക്ഷാൽ പരമശിവനെ നിങ്ങൾ ആരാധിക്കേണ്ടതായിട്ടുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഒഴിയണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കുകയും മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ശുഭകരമായി തീരും. കൂടാതെ പിൻവിളക്കും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും ഭഗവാന് നെയ്വിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുക. കാര്യങ്ങൾ ഈ മാസം നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി ഭവിക്കും.